എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ നയം എന്താണെന്ന് എഴുതി കൊടുത്തിട്ട് ഗവർണർ അത് വായിക്കുന്നതിനെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന വായന എന്ന് പറയുന്നത്. അതിനകത്ത് ഗവർണറുടെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനിട്ട് പണി കൊടുക്കുന്നതോ കേന്ദ്ര ഗവൺമെൻറ്റിനിട്ട് ആക്ഷേപം ഉണ്ടാക്കുന്നതായിട്ടുള്ള വല്ല കാര്യങ്ങളും എഴുതി കൊടുത്താൽ അത് നേരത്തെ വായിച്ച് നോക്കിയിട്ട് ഗവർണർ അത് വായിക്കാതെ വിടും എന്നുള്ളതാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും അടുത്ത ഒരു വർഷത്തേക്ക് എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഉള്ള ഏകദേശ ഒരു രൂപരേഖയാണ് ഗവർണറുടെ നയപ്രഖ്യാപന വായന. 30-ാം തീയതിയിലത്തെ പത്രത്തിൽ വന്ന ചില കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. സ്ത്രീ സൗഹൃദ കേരളവും കർഷകർക്ക് ഉപാധിരഹിത പട്ടയ വിതരണവും പ്രഖ്യാപിച്ച ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ചു. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും 6 മാസത്തെ പ്രസവാവധിയും പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ നടപടിയെടുക്കും. ആർത്തവ അവധിയോടൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസ് എടുക്കും. നിസ്സാര കാരണങ്ങളാൽ കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ ഇറക്കി വിടുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ശാശ്വത പരിഹാരമായി ഉപാധികളില്ലാത്ത ഉടമസ്ഥ അവകാശം പട്ടയം എന്ന ആവശ്യം നടപ്പാക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറച്ച് സില്ലി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയാം, എന്നാൽ ഇവ എന്ന് നടപ്പാകുമെന്ന് പ്രഖ്യാപനമില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് എടുത്തു വച്ചേക്കുന്ന കാര്യമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഒന്നും രണ്ടും കേട്ടാലൊന്നും ഒന്നും മനസ്സിലാകില്ല. ഒന്ന്, നയപ്രഖ്യാപന പ്രസംഗം എന്നെഴുതിയിട്ട് അത് ഒരു പ്രത്യേകമായിട്ട് കളർ ചെയ്തിരിക്കുക. സമഗ്ര മണ്ണ് പരിശോധന നയം അവതരിപ്പിക്കും. മണ്ണ് പരിശോധന രജിസ്റ്റർ തയ്യാറാക്കും. സത്യത്തിൽ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ കാർഷിക മേഖല തകർന്നു പോയത്. ഈ രണ്ട് പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ കാർഷിക മേഖല ജീവൻ വെക്കുകയും കൃഷിക്കാർ നേരെ നിൽക്കുമെന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. അടുത്തത്, സമഗ്ര ചലച്ചിത്ര നയം രൂപീകരിക്കും. എല്ലാം നയമാണ്. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും. എത്ര പേരുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇപ്പം തിരുവനന്തപുരത്തുള്ളത് എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ കൂടെ കൊണ്ടുവരുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ തിയേറ്ററുകളും കൂടെ കുറച്ച് ദിവസം ആളില്ലാതെ കിടക്കുമെന്നുള്ള ഗുണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരമോന്നത സമിതിയായി അക്കാദമിക് സിൻഡിക്കേറ്റ് രൂപീകരിക്കും. എന്നാത്തിനാണോ എനിക്കറിയത്തില്ല. കുറേ കൂടിയ സാറുമാർ അതിൻ്റെ തലപ്പത്തിരുന്ന് കാശ് മേടിക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ജവഹർലാൽ നെഹ്റു സയൻറ്റിഫിക് സെൻറ്ററുകൾ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരൊന്ന് മാറ്റുന്നതായിരിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരെ ശക്തവും സമഗ്രവുമായ നയം നടപടിയല്ല. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മനുഷ്യത്വപരമായ നടപടികൾ. എന്ത് ചെയ്യുമോ? വന്യമൃഗങ്ങൾക്ക് ക്ലാസ് കൊടുക്കുവോ, കൗൺസിലിംഗ് കൊടുക്കുവോ, അവരെ ധ്യാനത്തിന് വിടുവോ, വല്ലതും ചെയ്യുമെന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. മനുഷ്യത്വപരമായിട്ടാണല്ലോ. IT വകുപ്പ് ഇനി IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന പേരിൽ അറിയപ്പെടും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉപയോഗിച്ച് ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. അവിടെ ഒരു വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അതുകൊണ്ട് കുറച്ച് വണ്ടി മേടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ITIകൾ ഉൽപ്പാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ITIകളിൽ ജയിലിൽ മറ്റേ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി വിറ്റ് കോടികൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. ITIയിലെ പിള്ളേർ 2 വർഷം പഠിക്കുന്ന പിള്ളേർ അവിടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി എന്നാ സ്ഥാപിക്കുമെന്ന് അറിയാമല്ലോ, ITI ആണെങ്കിൽ. ഇനി അടുത്തത് ജനത്തിനിട്ട് കിട്ടുന്ന ദ്രോഹം. ബൈപ്പാസുകളെ 4 വരി പാതയാക്കി വരുമാനം ലഭിക്കുന്ന രീതിയിൽ വികസിപ്പിക്കും. ഞാൻ താമസിക്കുന്നത് മീനച്ചി താലൂക്കാണ്. ഞാൻ പോകുന്ന വഴിക്ക് പാലായിലൊരു വളഞ്ഞ ബൈപ്പാസുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ബൈപ്പാസ് ഒരു 10 കൊല്ലമായിട്ട് പണിയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ പണി തീരും. അങ്ങനെ ഒരു ബൈപ്പാസ്. പിന്നെ മുണ്ടക്കയത്ത് വളഞ്ഞ് കിടക്കുന്ന ഒരു ബൈപ്പാസ്. ഈ ബൈപ്പാസിനെ 4 വരി പാതയാക്കി വരുമാന ലഭിക്കുന്ന രീതിയിലാക്കുമെന്ന് പറഞ്ഞാൽ ഇതിന് 3നും ടോൾ വെക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ കൂട്ടുമ്പം ഏത് ഭാഗത്തും ചെല്ലും, പത്തനംതിട്ടയിലൊക്കെ ബൈപ്പാസേ ഉള്ളൂ, തൊടുപുഴയിലും അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ടോൾ ഏർപ്പെടുത്താനുള്ള പദ്ധതി വരുന്നുണ്ടെന്നാണ് നമുക്കിതിനകത്ത് മനസ്സിലാകുന്നത്. പട്ടികവർഗക്കാരുടെ വാസയോഗ്യമല്ലാത്ത വാസസ്ഥലങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പ്രത്യേക പദ്ധതി. പട്ടികവർഗ ജാതി വർഗത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 24,000 കോടി കൊടുത്തതിൽ 7,000 കോടി ലാപ്സായിപ്പോയി, മേടിച്ചില്ല. പദ്ധതി
നടത്താൻ പറ്റില്ല. ബാക്കി 17,000 കോടി ഇവർക്ക് കൊടുത്തെന്നാണ് പറയപ്പെടുന്നതെങ്കിൽ അതുകൊണ്ട് അവർക്ക് വാസയോഗ്യമായ ഭവനം പോലും ഇല്ലെങ്കിൽ അത് അന്വേഷിക്കുമെന്നുള്ളതും അതിന് നടപടിയെടുക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക പദ്ധതി, വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. ഇതാണ് നയം. ഞാൻ എന്നെ കേൾക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, ഇതിലേത് നയമാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് പ്രയോജനപ്പെടുന്ന കാര്യം? എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. 30-ാം തീയതിയിലത്തെ ദീപിക പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ചില സംഭാഷണങ്ങൾ വിഷൻ 2031 പേരിൽ SH വിഷൻ എന്ന് പറഞ്ഞ ചാനൽ 1 മണിക്കൂറുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ അതിനകത്ത് പറയുന്നത്, വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറും. നടപടി എന്താണെന്ന് പറയുന്നില്ല. കേരളത്തിന് സത്യത്തിൽ റൂറൽ ഏരിയ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ 4 വീൽ ജീപ്പ് പോലും കയറി ചെല്ലുകയില്ലാത്ത ഗ്രാമങ്ങൾ ധാരാളം ഉണ്ട്. ഇവിടെ മുഴുവൻ സിറ്റികളെ ഉള്ളെന്നാണ് പുള്ളി പറയുന്നത്. അടുത്തത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ലേബർ റൂള് അത് ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല, അത് കോർപ്പറേറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിനോട് കൂട്ടച്ചേർത്ത് പറയുന്നു, 8 മണിക്കൂർ ജോലി തൊഴിലാളിക്ക് ചെയ്താൽ മതി എന്ന ആനുകൂല്യം, അല്ലെങ്കിൽ അത് നേടിയെടുത്തത് ലോകം മുഴുവൻ കണ്ടമാനം ഫൈറ്റ് ചെയ്ത 8 മണിക്കൂർ. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത് 6.5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഇതിൽ അധ്യാപകരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ സർക്കാർ ഓഫീസുകളിൽ വരുന്നത്, ആടിപ്പാടി വരുന്നത് ഒരു 10:30, 10:45. പഞ്ചിങ് മെഷീനൊക്കെ കേടാക്കാനോ അല്ലെങ്കിൽ പഞ്ചിങ് മെഷീൻ അത് വേണ്ട പോലെ ഉണ്ടാക്കാനോ ഒക്കെ അവർക്കറിയാം. 10:45 വരുന്നവർ 12:45 ചോറിനാൻ പോകും. 11:45, 12:45 ഈ 2 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് വർത്തമാനം പറയാനും ചായ കുടിക്കാനും കളയുകയും ചെയ്യും. അപ്പോൾ കൂട്ടിക്കോണം, ഒരു 1.25 മണിക്കൂർ ഉച്ച വരെ സമയം. ഉച്ച കഴിഞ്ഞ് ഒരു 12:45 ഉണ്ണാൻ പോകുന്നവന് ഒരു 2:15, 2:30 ആകുമ്പം വരും. 2:30 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ചായയും കടിയുടെ സമയമുണ്ട്. വൈകുന്നേരം 4, 4:30 ആകുമ്പോൾ ബാഗ് എടുത്ത് കഷത്തി വെക്കും. അപ്പോൾ ആവറേജ് ഒരു 3.5 മണിക്കൂർ നേരം സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യും. മാക്സിമം 4 മണിക്കൂർ. ഇനി ഒന്നുമല്ല, 10 മുതൽ 5 വരെ ഉച്ചക്കത്തെ വിശ്രമ സമയം കഴിഞ്ഞാൽ പോലും ഇത് 5 മണിക്കൂറേ ഉള്ളൂ. ഉള്ളല്ലോ, 11, 12, 1 3 മണിക്കൂർ. ഉച്ച കഴിഞ്ഞ് 2 മുതൽ 3, 4, 5 അങ്ങനെ വന്നാലും 6 മണിക്കൂറേ ഉള്ളൂ. ഇതിനകത്ത് എത്രയുണ്ടെന്നൊന്ന് ഇവിടുത്തെ പൊതുജനം കണക്ക് കൂട്ടി നോക്കിയേ. 8 മണിക്കൂറാണ് ജോലി സമയം. അപ്പോൾ ഈ 8 മണിക്കൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിക്കാരനും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരും ഇവിടുത്തെ സാധാരണക്കാരും ഒക്കെയാണ്, അവരെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള വലിയ വിഭാഗത്തിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. അടുത്തത് പറയുന്നത്, ഇവിടുത്തെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്, ഹെൽത്ത് ഡാറ്റ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശം, എന്നിട്ട് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കുറവുണ്ട്. വീണ്ടും തൊഴിലാളികളെ കൂട്ടുന്ന കാര്യമാണ് പറയുന്നത്. ലോകം മുഴുവൻ വികസിച്ച രാജ്യങ്ങളിൽ തൊഴിലാളികളെ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുമ്പം ഇത് വീണ്ടും കൂട്ടുന്ന കാര്യമാണ് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ തൊഴിൽ തേടിയും ജീവിതം തേടിയും ലോകം മുഴുവൻ അലയുന്നത് കൊണ്ടാണ് ഇതിവിടെ വരുന്നത്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് CSR ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കാനിങ് സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ട് പകുതി റേറ്റിൽ ആളുകൾക്കും തീർത്ത് ദരിദ്രർക്ക് സൗജന്യ റേറ്റിലൊക്കെ കൊടുക്കാൻ പറ്റും. അടുത്തത്, പിന്നെ 27 ഏവിയേഷൻ പ്രൊജക്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, ഏവിയേഷൻ പ്രൊജക്റ്റുകൾ. എന്നിട്ട് പറയുന്നത്, ഈ റോഡിൽ കൂടി പോകുന്ന മിറ്റില്, കല്ല്, കട്ട, കമ്പി, മലഞ്ചരക്ക് സാധനങ്ങളെല്ലാം മണ്ടേ കൂടെ പോകണം. ഇങ്ങനെ ഇതെല്ലാം മണ്ടേ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ വണ്ടിക്കൂലി എന്ന് പറയുന്നത് 4-1 കുറയുമെന്ന്. അന്നേരം MVD എന്നാ കാണിക്കും? മോളിൽ കൂടെ പോയി കഴിഞ്ഞാൽ മോളിൽ കയറി നിന്ന് കൈ കാണിക്കാൻ പറ്റുമോ? ഇവിടെ ഓരോ വളവിനും പാത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ ശമ്പളം കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നത്. അടുത്തത്, ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത്, ആളുകൾക്ക് ഡിപ്രഷനായിന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേറൊരു ഇത് കണ്ടു. 7,500 കോടി രൂപയുടെ വാഹന രജിസ്ട്രേഷൻ മൂലം കിട്ടുന്ന നികുതികൾ ഇല്ലെന്നായിക്കൊണ്ടിരിക്കുക. കാരണം മനുഷ്യൻ ഒരു ഗതി ഇല്ലെന്നാകുമ്പോൾ മനുഷ്യന് ഡിപ്രഷൻ വരും. അടുത്തത്, വരാനിരിക്കുന്ന തലമുറയെ നിരാശപ്പെടുത്തുകയല്ലെന്ന് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയുക, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ പുറകോട്ടാണ് നടക്കുന്നത്, ഇനി മുന്നോട്ട് നടക്കണം. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ മുന്നോട്ട് നടക്കും? എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? നടക്കണമെങ്കിൽ ഫണ്ട് കണ്ടെത്തണം. സംസ്ഥാനത്തിൻ്റെ വരുമാനം ഒന്നെങ്കിൽ വർദ്ധിക്കണം. ഇതുപോലെ രാഷ്ട്രീയ അതിപ്രസരമുള്ള നാട്ടിൽ വരുമാനം വർദ്ധിക്കുമോ? വർദ്ധിക്കുകയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം?
ചെലവ് കുറയണം. ചെലവെങ്ങനെ കുറയാൻ പറ്റും? സംസ്ഥാന വരുമാനത്തിൻ്റെ 92% ഈ 16,33,000 വരുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും ആകുന്ന വിഭാഗത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ചെലവ് കുറയ്ക്കും? ഉദ്യോഗസ്ഥന്മാരെ കുറച്ചേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി അടുത്ത ഒരു വർഷം ഇങ്ങനെയുള്ള തട്ടിപ്പ് നയങ്ങൾ അല്ലെ തട്ടിക്കൂട്ട് നയങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. തട്ടിക്കൂട്ട് നയങ്ങൾ ഞങ്ങൾ പറയുന്നത് 4 കൂട്ടിക്കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ 3+1 4, അല്ലെ 2+2 4, അല്ലെ 4+0 4, ഇങ്ങനെ എവിടെയെങ്കിലും കൂട്ടി ഒക്കണം. ഇത് 27 ഏവിയേഷൻ പ്രൊജക്റ്റ് മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നടക്കണേ, ഫണ്ട് വേണ്ടേ? ഇനി ലോൺ എടുത്താൽ ഈ 6 ലക്ഷം കോടി എന്നുള്ളത് ഇനി 10 ലക്ഷം കോടിയിലോട്ട് കയറുമല്ല ഉള്ളൂ. അപ്പോൾ അത് നടക്കുകയില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ പറ്റുമെങ്കിൽ പ്രഖ്യാപിക്കുക. അടുത്ത വർഷം 1, 2, 3, 4 ക്ലാസ്സുകൾ വിദ്യാഭ്യാസം ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നില്ലെന്നങ്ങ് പ്രഖ്യാപിക്കുക. ഞങ്ങൾ കണക്കുകൂട്ടി നോക്കിയപ്പോൾ സംസ്ഥാന വരുമാനത്തിൻ്റെ 55% വരുന്ന തുക അധ്യാപക മേഖലയിലോട്ടാണ് പോകുന്നത്. ഒറ്റ വർഷം കൊണ്ട് 1, 2, 3, 4 സംസ്ഥാനത്ത് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു 3.5 ലക്ഷം കുട്ടികളാണ് ഒരു വർഷം ഉണ്ടാകുന്നത്. അപ്പോൾ 1ലും 2ലും 3ലും 4ലും പഠിക്കുന്ന കുട്ടികൾക്ക് മാസം ഒരു 3000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാവുന്ന ഇപ്പോൾ പ്രഖ്യാപിക്കാമെങ്കിൽ, അതുകൊണ്ട് അടുത്ത വർഷം തൊട്ട് സർക്കാർ 1, 2, 3, 4 അതായത് LP സ്കൂൾ ഇനി സർക്കാർ നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചാൽ, നിലവിലുള്ള കെട്ടിടങ്ങൾ മതനേതാക്കന്മാർക്ക് വാടകയ്ക്കോ വിലയ്ക്കോ ഒക്കെ വിട്ടുകൊടുത്താൽ, ഇല്ലെങ്കിൽ അവരോട് ഇപ്പോൾ പ്രഖ്യാപിക്കുക നിങ്ങൾ അടുത്ത കൊല്ലം തൊട്ട് 1, 2, 3, 4 സർക്കാരിൻ്റെ ക്ലാസ് ഇല്ല, നിങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾക്ക് പെർമിറ്റ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനേതാക്കന്മാർ മതത്തിൻ്റെ ആരാധന വേണ്ടെന്ന് വെച്ചിട്ട് അവർ സ്കൂളുകൾ തുടങ്ങിക്കോളും. നല്ല ഡീസൻ്റായിട്ട് പിള്ളേരെ പഠിപ്പിച്ചോളും. അത്രയും അധ്യാപകരെ ഒഴിവാക്കിയാൽ VRS കൊടുത്താൽ ഈ അധ്യാപകർക്ക് പണി ആ സ്കൂളിൽ തന്നെ കിട്ടിക്കോളും. കെട്ടിടങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ സമയമില്ല, തൽക്കാലം സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മാന്യമായ രീതി കമ്മീഷൻ അടിക്കാതെ നല്ലൊരു വിലയ്ക്ക് ആ ബിൽഡിങ്ങുകൾ അങ്ങ് കൊടുക്കുകയോ ചെയ്താൽ ചിലവ് വളരെ പെട്ടെന്ന് കുറഞ്ഞു വരും. എന്നിട്ട് നമുക്ക് ഏവിയേഷൻ പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങാം, ഫണ്ടുണ്ടാവും. അപ്പോൾ സർക്കാർ നിലവിൽ ഇനി അടുത്ത ഒരു വർഷത്തേന് ഇതാണ് നയമെങ്കിൽ ഒന്നും ചെയ്യുകയല്ലെന്നാണ് നമുക്ക് മനസ്സിലായത്. നിലവിലുള്ളതുപോലെ ഉദ്യോഗസ്ഥന്മാരെ വിസ്മയിപ്പിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും കൂട്ടിക്കൊടുക്കും. പാലിന് 4 രൂപ വില കൂടിയിട്ടുണ്ട്. 4 രൂപ വില കൂടുമ്പം ഡൽഹി പാലിന് വില കൂടുമ്പോഴാണ് അതിൻ്റെ വില വെച്ചുകൊണ്ടാണ് ഇവരുടെ DA കൊടുക്കുന്നത്. അശാസ്ത്രീയമായ DA സംവിധാനം. അത് വെച്ചോണ്ട് ഇവിടെ കൂട്ടിയങ്ങ് കൊടുക്കും. ഡൽഹി പാലിന് വില കൂടിയെങ്കിൽ കട്ടപ്പനയെ കിടക്കുന്ന അല്ലെങ്കിൽ ഇടുക്കി കിടക്കുന്ന ഉദ്യോഗസ്ഥൻ അതിനനുസരിച്ച് DA കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അശാസ്ത്രീയമായിട്ട് ഇത് കൂട്ടിയിട്ട് വലിയ തുക അവരെ വിസ്മയിപ്പിക്കും. അങ്ങനെ വിസ്മയിപ്പിക്കുമ്പം അടുത്ത ഒരു കൊല്ലത്തേന് ഈ നയം നമ്മൾ നോക്കുമ്പം ഉദ്യോഗസ്ഥന്മാർ വിസ്മയിക്കും. സാധാരണക്കാരൻ്റെ കണ്ണിക്കൂടെയും വായിക്കൂടെയും ശരീരത്തിൽ എവിടെയൊക്കെ ധാരമുണ്ടോ അതിലൂടെയൊക്കെ ആവി വെളിപ്പോവും. ആ രീതിയിലുള്ള നടപടികളെ കാണുകയുള്ളൂ എന്ന് നമുക്ക് ഈ നയപ്രഖ്യാപനം കാണുമ്പോൾ മനസ്സിലാകാം. അതുകൊണ്ട് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ അറിയുന്ന മുഖ്യമന്ത്രി വലിയ വായിൽ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നതിനെ കൂടെ ഇതിനകത്തൂടെ പറയേണ്ടതായിരുന്നു. ഇന്ന കാര്യങ്ങൾ ചെയ്യും, 2031 അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രായോഗികമായിട്ടും കൂടെ സമൂഹത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനു മുമ്പിലത്തെ മുഖ്യമന്ത്രിക്കും വലിയ വലിയ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് റെയിൽ കൂട്ടി വന്ന എല്ലാ സംവിധാനങ്ങളും. പക്ഷേ എങ്ങനെ നടത്തുമെന്ന് അറിയത്തില്ലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംവിധാനം അതുപോലെ അന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർ 99% അവിടെ തന്നെ ഇരിപ്പുണ്ട്. തലപ്പത്തുള്ളവർ അന്നിരുന്ന സംവിധാനം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അന്നിരുന്നത് ഇങ്ങോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ സാമ്പത്തിക വ്യവസ്ഥ ICUവിൽ കിടക്കുന്ന അവസ്ഥയിൽ അത് വളരെ നിരാശാജനകമാണ്. അത് പോരാ, അത് ആശയുണ്ടാക്കുന്ന വിധമാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.